ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കുണ്ടല്ലോ നല്ലൊരു പയറ് മെഴുക്കുവരട്ടി വെച്ചാലോ. നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്നതൊക്കെ തന്നെയാണ്, എങ്കിലും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളവർ വളരെ അപൂർവമായിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാർ പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ ചെയ്യുന്ന ഒരു പാചക രീതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അറിയത്തില്ലാത്തവരുണ്ടാവും, ചിലരൊക്കെ അറിയുന്നവരും ഉണ്ടാവും കേട്ടോ. ഒത്തിരി അമ്മമാരൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ദാ എല്ലാവരും പറമ്പിൽ പയറ് പറിക്കാൻ പോകുമ്പോൾ ഞാൻ പതുക്കെ വരുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയതാണ്. നോക്കിയപ്പോൾ കുറച്ച് കപ്പളങ്ങയൊക്കെ കിടപ്പുണ്ട്. അതിനെയൊക്കെ ഒരു മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ കുറേ പയർ ഇരിക്കുന്നുണ്ട്. നല്ല പച്ച പയർ കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ടൈപ്പാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഈ തേങ്ങയൊക്കെ കുറവുള്ള സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നുണ്ട് തേങ്ങ കുറവെന്ന്. ശരിയാന്നേ, തേങ്ങ കുറവാണ് കിട്ടാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ തേങ്ങ ഇങ്ങനെ തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങയൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ തേങ്ങയുടെ വലിയ ആവശ്യം വരുന്നില്ലല്ലോ. എന്നിരുന്നാലും നമ്മളിതെല്ലാം ഒന്ന് കഴുകി അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദാ ഈ ഒരു വലുപ്പത്തിലായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നോക്കിയേ, നമ്മുടെ പയറൊക്കെ ദാ ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടുതൽ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണേ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മളിനി എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അന്ന് അതിനെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒത്തിരി കനത്തിലല്ല, ചെറിയൊരു കനത്തിലൊക്കെ ആയിട്ട് മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ കുറച്ച് കൊച്ചുള്ളിയാണേ. ഇനിയിപ്പോൾ കൊച്ചുള്ളി ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സവോളയാണേലും മതി. പിന്നെ ആ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെയായിരിക്കും ബെറ്റർ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് അതിൻ്റെ മേലെ ഭാഗം ഒന്നും ചെത്തിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, സാധാരണ രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, സ്വല്പം എടുത്തിട്ടുള്ളൂ. പിന്നെ പോയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ സാധാരണ നമ്മൾ കറിക്കകത്ത് ഇടുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. നല്ല എരിവുള്ള നല്ല വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. കല്ലിൽ അരച്ചെടുക്കുക, ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ കല്ല് കഴുകാൻ പോകാൻ എനിക്ക് മടിയായതുകൊണ്ട് തന്നെയാണ് മിക്സിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമല്ലേ, നമ്മുടെ പണി എളുപ്പമാണല്ലോ. അതിനാണല്ലോ ഈ മിക്സിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് 1-2 വട്ടം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്കിലേ നമുക്കിനി ഒരു കടായി വേഗം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ തന്നെ ആട്ടോ നല്ലത്, വേറെ എന്തെണ്ണേക്കാനും, ശരിയല്ലേ? അപ്പോൾ ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എനിക്കെന്നും പേടിയാണ് ഈ കടുക് പാത്രം എന്നൊക്കെ മറിഞ്ഞു പോകണ പോലെയുള്ള അവസ്ഥയിൽ. എന്നും കടുക് കൂടുതലായിരിക്കും, ഇന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അത് ഒത്തിരി മുകളൊന്നുമില്ല, എന്തായാലും ചുമ്മാ ഒന്ന് ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് വഴറ്റി ഒന്ന് മാറ്റിയാൽ മതിയാവും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊണ്ട് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ചു. ഒത്തിരി ഇല്ല, ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തോണ്ടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ അകത്തേക്ക്, അതായത് നമ്മുടെ ഇഞ്ചിയും പിന്നെ എന്തൊക്കെയായിരുന്നു തേങ്ങാക്കൊത്തും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോളുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച ഉള്ളി ആകുമ്പോൾ അതിനായ ഒരു ചൊവയുണ്ടല്ലോ, ആ ചൊവ നമ്മുടെ പയറും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം മാറണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കോട്ടെ എന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറിനെ എല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തോളുക. ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചുള്ളി ചതച്ചതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ആ പയറിലെല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ.
ഇനി നമുക്ക് വേണ്ടത് പയറിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടിയാണേ. ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പും നമ്മുടെ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ആ പയറിൽ പിടിക്കത്തക്ക വിധത്തിൽ കേട്ടോ. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുപ്പിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്റ്റൗവിൽ വെക്കുമ്പോൾ എത്രയാണെങ്കിലും കറിക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൻ്റെ അകത്താകുമ്പോൾ നമ്മുടെ മുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഒരു ബാക്കി ചെറുതായിട്ട് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്തായാലും പയറിന് നല്ല വെള്ളം ഉള്ളതായിരുന്നു കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളത്തേക്കാൾ ഉപരി പിന്നീടും കൂടെ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നാലും സ്വല്പം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതെത്രയാണേലും വരും. ഇനി നമുക്കുണ്ടല്ലോ തുറന്ന് വേവിച്ച് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി വെള്ളം എല്ലാം ഒന്ന് പോയി കിട്ടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കാണുന്നില്ലേ, ഒരു സ്വല്പം വെള്ളം ഇങ്ങനെ നമ്മൾ ആ ഫ്ലെയിമിലിട്ട് തുറന്നിട്ട് കൊടുത്തപ്പോൾ കാണുന്നില്ല, അതെല്ലാം ഒന്ന് നമുക്ക് വറ്റി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് 1 മിനിറ്റ് ഒന്ന് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് കരിഞ്ഞു പിടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപാര രുചിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറ്റൽമുളകും ഇതെല്ലാം ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ടുകൊണ്ട് തന്നെ പിന്നെ പോയിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ അതുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും. എന്തായാലും ഈ പയറൊക്കെ നമ്മൾ മെഴുക്കോട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ, ഈ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലോ കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി ചോറുണ്ണാൻ പോവാം. നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ പോരെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. ടാറ്റാ.